ഞാൻ രാവിലെ എന്തൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചിരുന്നത്. ഞാനങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. പണ്ട് ജോലിക്കൊക്കെ പോകുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്ത് ഉച്ചക്കത്തേക്കും ഫുഡ് കൊണ്ടുപോകണമല്ലോ. അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേൽക്കേണ്ടി വരും. ഇതിപ്പോൾ ചേട്ടായി ഇവിടെ വന്ന് കഴിക്കും, അത് കാരണം പിന്നെ കുഴപ്പമില്ല. ഞാൻ രാവിലത്തെ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഉച്ചക്ക് ഇവിടെ വന്ന് കഴിക്കുന്നതുകൊണ്ട് പതിയെ നമുക്ക് സാവകാശമുണ്ട് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞാനിപ്പോൾ ഒരു 7 മണി 8 മണിയൊക്കെ ആവും എഴുന്നേക്കാൻ. പിന്നെ ചേട്ടയ്ക്ക് ഒരു 10 മണിയാകുമ്പോൾ ജോലിക്ക് പോയാൽ മതി. 10 മണിക്ക് ഒരു 9:45 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അത് കാരണം പിന്നെ ആ ഒരു സമയമുണ്ട് ഫുഡ് ഉണ്ടാക്കാനും നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലൊന്ന് പോയി നോക്ക് എന്തോരം ഇലകളൊക്കെ ചാടിയിട്ടുണ്ട്. മുറ്റം ഇന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരു രാവിലെ അങ്ങനെയൊക്കെ. കാരണം കുറേ റബ്ബറും തോട്ടമാണെന്നേ. റബ്ബറും തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഇല വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലെ അടിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കുറേ ഉണ്ടെങ്കിൽ ഞാനതെന്ത് ചേട്ടനോട് ചേട്ടൻ ഒന്ന് അടിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആളടിച്ചേര്. അപ്പം ഇന്നും ഞാനതുപോലെ തന്നെ ആളുടെ അടുത്ത് പറഞ്ഞ് അടിക്കാൻ പറഞ്ഞ അങ്ങനെ ആളടിച്ചോളാന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ബെഡൊക്കെ അലങ്കോലമായിട്ടുള്ളതൊക്കെ വിരിച്ചിട്ട് പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയി. തലേന്ന് ഞാൻ ദോശമാവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാന്ന് ഓർത്തിട്ട്. ഞാനിവിടെ ദോശമാവ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അത് കാരണം കൂടുതലാണ്. ഈ ഒരു ദോശമാവിന്റെ പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് രാവിലത്തേക്കുള്ളതായി. പിന്നെ വൈകുന്നേരമൊക്കെ വിശക്കുകയാണെങ്കിൽ എടുത്ത് കഴിക്കാവുന്നതാണ്. ദോശമാവ് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ദോശ ഉണ്ടാക്കി കഴിക്കാമല്ലോ അങ്ങനെ. പിന്നെ ഞാൻ ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ ചേട്ടായി പോയി മുറ്റമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മായിയമ്മ കുറേ ചെടികളൊക്കെ നട്ടു വെച്ചേക്കണോണ്ടേ നമുക്ക് ആവശ്യാനുസരണം പോയി എടുക്കാം. ഇന്നിപ്പോൾ മുറ്റത്ത് തന്നെ മുളക് ചെടി ഉണ്ട്. ഞാൻ എപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാലും കുറച്ചുണ്ടാക്കണം എന്ന് വിചാരിക്കേ. പക്ഷെ ഒരു 2 ദിവസത്തേക്കെങ്കിലും കഴിക്കാൻ പറ്റിയതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് പച്ചക്കറി എടുക്കുള്ളൂ. ക്യാരറ്റും മറ്റേ ബീറ്റ്റൂട്ട് വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ചേട്ടായിക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഇടില്ല. ക്യാരറ്റും ഉരുളക്കിഴങ്ങും പിന്നെ ഇത്തിരി കായ ഉണ്ടെങ്കിൽ കായ ഇടും, പിന്നെ സവാളയും അങ്ങനെയൊക്കെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. എപ്പം ഞാൻ ഉണ്ടാക്കിയാലും സാമ്പാർ ഉണ്ടാക്കിയാലും ഒരു കൊട്ടയ്ക്ക് ഉണ്ടാവും. പിന്നെ ഞാൻ രാവിലെയും ഉച്ചക്കും സാമ്പാർ എടുത്തിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും. ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ദോശമാവ് ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അത് ഇഡ്ഡലി ഇന്നാണെങ്കിൽ നാളത്തേക്ക് ദോശമാവും. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു ദിവസം കൊണ്ട് എല്ലാം തീരും?